ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐശ്വര്യ ജാനകി. എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നിപ്പോ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരു വീട്ടില് ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമായിരുന്നു. അപ്പൊ ഈ സംസാരിക്കുന്നതിന്റെ ഇടയിൽ എന്തോ മാരേജിന്റെ ഒക്കെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോ എന്തോ ഇങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഇപ്പൊ എല്ലാവരും ഈ കാഷ്വൽ റിലേഷൻഷിപ്പും ലിവ് ഇൻ റിലേഷനും ഒക്കെ ആയിട്ട് പോവാണ്, ഡേറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണെന്ന് പറഞ്ഞു. അപ്പോ അമ്മ എന്നോട് ചോദിച്ചു, കാഷ്വൽ റിലേഷൻഷിപ്പോ അതെന്തെന്നാണ്? അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ 90s ജനിച്ച കുട്ടികളുടെ, ഞാനൊക്കെ 90s ജനിച്ചത്, കുട്ടികളുടെ പാരന്റ്സിൽ പലർക്കും കാഷ്വൽ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും ലിവ് ഇൻ റിലേഷനെ പറ്റിയിട്ടും ഡേറ്റിങ്ങിനെ പറ്റിയിട്ടൊന്നും വലിയ ധാരണയില്ല. എന്നാൽ ഈ ധാരണയുള്ളവർക്കോ ഇതിനെപ്പറ്റി എന്തോ വളരെ തെറ്റായ ഒരു ധാരണയാണ്. അപ്പൊ എനിക്ക് തോന്നി അതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്തിടാണ്. സോ കാഷ്വൽ റിലേഷൻഷിപ്പ്, അതായത് ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ആരും തന്നെ, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പെട്ടെന്നൊന്നും കല്യാണം കഴിക്കുന്നില്ല. എല്ലാവരും കുറച്ച് ടൈം എടുത്തിട്ടാണ് ഒന്ന് കാരിയറൊക്കെ സെറ്റായിട്ട് കല്യാണം കഴിക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് വെച്ചിട്ട് നമ്മുടെ ഹോർമോൺസ് അടങ്ങിയിരിക്കുമോ? ഒരിക്കലും ഇല്ല. നമ്മുടെ ഹോർമോൺസ് ഒക്കെ ഓരോ സമയത്ത് ഉണ്ടാവുന്നതിനനുസരിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ഒരു ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരു പാർട്ട്ണർ വേണമെന്ന് ചിലപ്പോൾ തോന്നും. മേ ബി സെയിം ജെൻഡറും ആവാം. പാർട്ട്ണർ വേണമെന്ന് തോന്നും. ചിലപ്പോൾ ഒരു സെക്ഷൽ ഇന്റിമസി വേണമെന്ന് തോന്നും. സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ തോന്നിക്കൊണ്ടിരിക്കും. എന്നാലോ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാവാൻ താല്പര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ചൂസ് ചെയ്യുന്നത് ഒരു വേ ഓഫ് റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് പാറ്റേൺ ആണ് ഈ കാഷ്വൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കാഷ്വൽ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എ കാഷ്വൽ റിലേഷൻഷിപ്പ്? അതായത് സീരിയസ് അല്ലാത്ത എന്നാൽ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് ഒന്നും തന്നെ ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കാഷ്വൽ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുന്നത്. അതായത് രണ്ടാൾക്കാർ, നമുക്ക് ഓപ്പോസിറ്റ് ജെൻഡറിനോടാണ് താല്പര്യം, ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള രണ്ടാൾക്കാര്, സെയിം ജെൻഡേഴ്സ് ആണെങ്കിൽ അങ്ങനെ. സോ ഇപ്പൊ ഇതൊക്കെ നോർമലാണ്. എല്ലാത്തിനെയും നമ്മുടെ സൊസൈറ്റി ഇപ്പൊ നോർമലൈസ് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. സോ രണ്ടാൾക്കാർ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു, പിന്നെ അവർ ഡേറ്റ്സിന് പോകുന്നു. ചിലപ്പോ അവരൊരു ഫിസിക്കൽ ഇന്റിമസി പ്രയോറിറ്റൈസ് ചെയ്തേക്കാം, അതായത് ഒരു സെക്ഷുവൽ റിലേഷനും അവർ പ്രയോറിറ്റൈസ് ചെയ്തേക്കാം. രണ്ടുപേരുടെയും കൺസെന്റ് ഉണ്ടെങ്കിൽ അതും അവിടെ എന്താ കുഴപ്പമില്ലാത്ത കാര്യമാണ്. സോ അതിനാണ് നമ്മൾ കാഷ്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇതൊരു ലോങ് ടേം ഒന്നുമല്ല. പിന്നെ ഒരു പാർട്ട്ണർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ചിലപ്പോൾ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പൊ അതാണ് കാഷ്വൽ റിലേഷൻഷിപ്പിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇപ്പൊ ഒത്തിരി ഇത് ഇങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ആലോചിച്ച് കഴിഞ്ഞാല് ഒത്തിരി ഡേറ്റിംഗ് ആപ്പുകൾ ഉണ്ട്. ടിൻഡർ, ബംബിൾ, ആരിക്ക എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഡേറ്റിംഗ് ആപ്പുകൾ ഉണ്ട്. ഇതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത് മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ഒരു ഇൻഡിപെൻഡന്റ് സെക്സ് ലൈഫാണ് ഇതിലൂടെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് സെക്സ് ലൈഫാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ വേറെ ചിലർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരവരുടെ റൊമാൻറ്റിക് ഫീലിങ്സ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനും പിന്നെ എന്താണ് എനിക്ക് വേണ്ടത് ഒരു റിലേഷൻഷിപ്പിൽ എന്ന് മനസ്സിലാക്കാനുമാണ് വേറൊരു കൂട്ടം ആൾക്കാർ കാഷ്വൽ റിലേഷൻഷിപ്പ് തേടി പോകുന്നത്. അപ്പോ ഈ കാഷ്വൽ റിലേഷൻഷിപ്പിന് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ഒത്തിരി ഉണ്ട് കേട്ടോ. സിറ്റുവേഷൻഷിപ്പ്, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. സോ ഒരൊറ്റ വീഡിയോയിൽ ഇതെല്ലാം കൂടെ പറയാൻ പറ്റില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ ഷോർട്ടാക്കി പറയണത്. അപ്പൊ ഇതിന് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് രണ്ടുപേരും ഒരു കാഷ്വൽ റിലേഷൻഷിപ്പിലേക്ക് എൻറ്റർ ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഒരാൾക്ക് അത് സീരിയസ് ആവണമെന്ന് വല്ലാണ്ട് തോന്നിപ്പോവും. അതായത് ഇയാൾ എനിക്ക് ഫോർ എവർ ആയിട്ട് വേണം എന്ന് തോന്നും. മറ്റേ ആൾക്ക് ഇതെന്നാ കാഷ്വൽ ആയിട്ട് എന്നെ കൊണ്ടുപോയാൽ മതി, ഇതിലൊരു കമ്മിറ്റ്മെന്റിന് താല്പര്യമില്ല എന്നാണ് മറ്റേ ആൾക്ക് തോന്നുന്നത്. സോ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഇത് സീരിയസ് ആയിട്ട് വേണമെന്ന് തോന്നുന്ന പേഴ്സൺ ഉണ്ടല്ലോ, സോ അത് ആ പേഴ്സന്റെ മെന്റൽ ഹെൽത്തിനെയും മൂഡിനെയൊക്കെ വല്ലാണ്ട് ചിലപ്പോൾ അഫക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ അതിനെന്താണ് പരിഹാരം? ഒരു കാഷ്വൽ റിലേഷൻഷിപ്പിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ പരസ്പരം വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. സോ ദ കമ്മ്യൂണിക്കേഷൻ ഈസ് വൈറ്റൽ ഇൻ എനി റിലേഷൻഷിപ്പ്, വെദർ ഇറ്റ് ഈസ് കാഷ്വൽ ഓർ സീരിയസ്.
അതായത് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? എനിക്ക് എന്താണ് വേണ്ടത്, ആൻഡ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. എന്നിട്ട് മാത്രമാണ് ഒരു കാഷ്വൽ റിലേഷൻഷിപ്പിലേക്ക് എൻറ്റർ ചെയ്യാൻ പാടുള്ളൂ. ഇത് വീട്ടുകാര് അറേഞ്ച്ഡ് മാരേജ് കൊണ്ടുവന്നിട്ട് അത് ഉറപ്പിച്ചിട്ട് ഡേറ്റിന് പോകുന്ന പോലെയല്ല. കമ്മിറ്റ്മെന്റ്സ് ഇല്ലാണ്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. സോ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, അതായത് ആ ഒരു മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ചില ആൾക്കാർക്ക് ഈ കാഷ്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടാവും. അറ്റ് എ ടൈം തന്നെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ട് ചിലപ്പോൾ ഒരു സെക്ഷൽ റിലേഷൻ ഉണ്ടെങ്കിലുള്ള കാര്യമാണ് പറയണേ. ഈ STDs വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. HIV പോലുള്ള STDs വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ അങ്ങനെയുള്ള ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് റെഗുലർ ആയിട്ട് ബ്ലഡ് ചെക്കപ്സും കാര്യങ്ങളും ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ ഇനി കാഷ്വൽ റിലേഷൻഷിപ്പിലേക്ക് എൻറ്റർ ചെയ്യാൻ പോകുന്ന ആൾക്കാരോട്, ഇപ്പൊ ഞാൻ എൻറ്റർ ചെയ്യുകയാണെങ്കിൽ ഞാൻ അറിഞ്ഞിരിക്കണം എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്താണ് വേണ്ടത്, ആൻഡ് ആള് ഡിസീസ് ഫ്രീ ആണ്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഉറപ്പ് വരുത്തുക എന്നുള്ളത് എൻ്റെ സേഫ്റ്റിക്ക് ഞാൻ ചെയ്യേണ്ടുന്ന കാര്യമാണ്. സോ ഇതൊക്കെയാണ് ബേസിക്കലി ഒരു കാഷ്വൽ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളൂ. അൾട്ടിമേറ്റ്ലി എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ആദ്യം ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുക. ദാറ്റ്സ് ഓൾ. പിന്നെ ഇപ്പൊ ചിലർ പറയുന്നുണ്ട് ഇപ്പോഴത്തെ പിള്ളേർ എന്ത് പിള്ളേരാണ്, ഇതിനെയൊക്കെ റിലേഷൻഷിപ്പ് എന്നാണോ പറയട്ടെ, ഇതിനൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വേറെയാ പേര്, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. സോ ഇതൊക്കെ ഓരോരുത്തരുടെ ശരികളുടെയും തെറ്റിന്റെയും പേഴ്സ്പെക്റ്റീവിന്റെയും ബേസിലുള്ളതാണ്. സോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നാല് എന്താ പറയാ, എൻ്റെ ശരികളാവണമെന്നില്ല, എൻ്റെ വെരി ക്ലോസ് ഫ്രണ്ടിന്റെ പോലും ശരികൾ, അതിൽ ഡിഫറൻസ് ഉണ്ടാവാം. സോ നമ്മളാരും ജഡ്ജ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഇപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞതാണെങ്കിലും എന്താണ് കാഷ്വൽ റിലേഷൻഷിപ്പ്, അത് സ്മൂത്ത് ആയിട്ട് പോകാൻ എന്താണ് ചെയ്യേണ്ടത്, അത് മോശമാവാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് അത് ശരിയാണോ തെറ്റാണോ പറയാൻ ഞാൻ ആണല്ല. സോ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഇങ്ങനെയാണ്. ലൈക്ക് എന്താ പറയാ, അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് എൻ്റെ പാർട്ട്ണറിനെ ഞാൻ കണ്ടെത്തണം, എൻ്റെ ഫീലിങ്സ് എന്താണ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഇങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരാണ്. സോ അവർക്ക് ഇത് ശരിയായ രീതിയിൽ പോവുകയാണെങ്കിൽ, വേറെ മെന്റൽ ഹെൽത്തിനുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ STDs ഒന്നും വരാണ്ട് ശരിയായ രീതിയിൽ ഇത് പോവുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കാഷ്വൽ റിലേഷൻഷിപ്പും ഡേറ്റിംഗ് ഒക്കെ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.